നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ പ്രമേഹ രോഗികളുടെ നിരക്കുകൾ കൂടി വരുന്നുവെന്ന് കണക്കുകളുണ്ട്. എത്രയൊക്കെ അവബോധമുണ്ടായാലും പ്രമേഹ രോഗം ബാധിക്കുന്നവരുടെ നിരക്കുകൾ എന്തുകൊണ്ടിങ്ങനെ കൂടി വരുന്നു? കൃത്യമായ ചികിത്സകളുണ്ട്, നൂതന ചികിത്സാ മാർഗങ്ങളുണ്ട്. എന്തെല്ലാമാണ് പ്രമേഹ രോഗത്തിനുള്ള ചികിത്സാ മാർഗങ്ങൾ? എങ്ങനെ പ്രമേഹ രോഗത്തെ നിയന്ത്രിച്ചു നിർത്താം? ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം കിംസ് ആശുപത്രിയിലെ ഡയബറ്റീഷ്യനും ഫിസിഷ്യനുമായ ഡോക്ടർ സീനത്ത് ചന്ദ്രൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം പ്രമേഹത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ചകൾ കേൾക്കുന്നുണ്ട്. പലർക്കും അത്യാവശ്യം പ്രമേഹം എന്താണെന്ന് പറയാനും എങ്ങനെ നിയന്ത്രിക്കണമെന്നൊക്കെ അറിയാം. എന്നിരുന്നാലും പ്രമേഹം ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി തന്നെ വരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അല്ല, പ്രമേഹം ഒരു ജീവിതശൈലി രോഗമായതുകൊണ്ട് നമ്മുടെ ജീവിത രീതിയിൽ വന്നുള്ള മാറ്റം തന്നെയാണ് അതിനകത്തുള്ള മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം. ജീവിത രീതിയിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ കാർ ടു കാർപ്പറ്റ് ലൈഫ് സ്റ്റൈൽ വരുമ്പോഴത്തേക്കും നമുക്ക് എക്സസൈസ് ഇല്ല, നമുക്ക് ഇൻട്രാക്ഷൻസ് കുറവാണ്, നമുക്ക് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡ് വാങ്ങിക്കുന്നു, പുറത്തുനിന്ന് കഴിക്കുന്നു, ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഭക്ഷണം 3 ദിവസം കഴിച്ചിട്ട് കഴിക്കുന്നു. പലപ്പോഴും ഒരു പോണ വഴിക്ക് ക്യാച്ച് എ ബൈറ്റ് എന്ന് പറയുന്ന പോലെ നമ്മളൊരു ബർഗർ വാങ്ങിക്കുന്നു, ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എടുക്കുന്നു, ഇതുപോലെ പോകുന്നു. പിന്നെ നമ്മുടെ ജോലിയിൽ ഭയങ്കര സ്ട്രെസ്സ്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ നടക്കാൻ പോകണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ നമ്മൾ രാത്രി എത്തുമ്പോൾ രാത്രി 11 മണിക്കോ 12 മണിക്കായിരിക്കും എത്തുന്നത്. പിന്നെ നൈറ്റ് കോൾസ്, നൈറ്റ് ഷിഫ്റ്റ്സ്, ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു ബാലൻസിങ് കൊണ്ടുവരാതെ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു. ലൈഫ് സ്റ്റൈൽ മാറുന്നതിന് നമ്മളൊരു പ്രൈസും പേ ചെയ്യുന്നുണ്ട്. ഡയബറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതശൈലി രോഗമായിട്ട് മാറുന്നതും ഈ കോണ്ടെക്സ്റ്റിൽ തന്നെയാണ്. നാട്ടിൻപുറത്ത് നമ്മൾ ജീവിച്ചിരുന്ന കാലങ്ങളിൽ നിന്ന് നമ്മൾ നഗരങ്ങളിലോട്ട് വരികയും സിവിലൈസേഷനിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ ജീവിച്ചിരുന്ന നമ്മളെല്ലാവരും നമുക്ക് വീട്ടിൽ പശുക്കളുണ്ടായിരുന്നു, വീട്ടിൽ നമുക്ക് നെൽകൃഷി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കുട്ടികൾക്ക് കളിക്കാൻ സ്ഥലമുണ്ടായിരുന്നു, വീട്ടിൽ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഭക്ഷണത്തിന് വീട്ടിൽ തന്നെ ചിട്ടകളുണ്ടായിരുന്നു. മനസ്സിലായില്ല, പല ദിവസങ്ങളിലും പല ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില ടൈപ്പ് വ്രതാനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് മാറിപ്പോവുകയും നമ്മൾ നഗരങ്ങളിൽ ചെന്ന് വ്യാപാർക്കാൻ തുടങ്ങിയ സമയത്ത് വന്നപ്പോഴത്തേക്കും ഇതെല്ലാം നമുക്ക് കൈമോശം വരികയും വേറൊരു വെസ്റ്റേൺ സ്റ്റൈലിലോട്ട് നമ്മൾ മാറുകയും ചെയ്തതിൻ്റെ ഒരു പ്രൈസ് പ്രമേഹത്തിനുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ നമുക്കിതിനകത്ത് ജെനറ്റിക്സും ഉണ്ട്. ഇപ്പം നമ്മുടെ കണക്കുകളനുസരിച്ച് 2015 ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ ഒരു കണക്കെടുത്തു. അപ്പം നമുക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസ്, അതായത് ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ ലിറ്റിൽ പാർട്ട് ഓഫ് തായ്വാൻ, ആ ഒരു ഏരിയയിലാണ് 69 to 74% ഓഫ് ഡയബറ്റീസ് രോഗികളുള്ളത്. അപ്പോൾ ഇനി ഒരു 2040 ആകുമ്പോൾ 75% പ്രമേഹ രോഗികളും ഈ ഒരു ഏരിയയിലായിരിക്കും. അപ്പം നമ്മൾ ദ്രവീഡിയൻ റേസ് എന്ന് പറയും. ഇപ്പോൾ യൂറോപ്യൻസിന് നമ്മൾ കോസേഷ്യൻസ് എന്നും ജപ്പാനിലും കൊറിയയിലൊക്കെ ആൾക്കാരെ ഓറിയൻ്റൽസ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ദ്രവീഡിയൻ റേസ് എന്നാണ് നമ്മൾ വയ്ക്കുക, നമ്മുടെ ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പം ദ്രവീഡിയൻസിന് പൊതുവേ തന്നെ ഡയബറ്റീസിനും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ജെനറ്റിക്സും ഒരു പാരമ്പര്യവും നമുക്കുണ്ട്. അതും ഒരു കാരണമാണ്. നമുക്ക് പാരമ്പര്യം കപ്പിൾഡ് വിത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ദാറ്റ് ഈസ് വെയർ നമുക്ക് ഡയബറ്റീസ് കിട്ടുന്നതിൻ്റെ അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഈ പാരമ്പര്യത്തിനനുസരിച്ച് പണ്ട് നമ്മുടെ ജീവിതശൈലി അതുപോലെയായിരുന്നു. കാരണം പറമ്പിൽ കളയ്ക്കാൻ പോവുക, അല്ലെങ്കിൽ ഭക്ഷണമാണെങ്കിലും അതനുസരിച്ച്. ഇന്നത് മാറിയതിൻ്റെ നമുക്ക് നേരത്തെ ഓർക്കുന്നില്ല, തവിട് ചേർന്നിട്ടുള്ള കുത്തരിയുള്ള ചോറാണ് കിട്ടുന്നത്. ഇപ്പം നമുക്കെല്ലാം പോളിഷ്ഡ് റൈസാണ്. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾക്ക് ഇപ്പം നമ്മൾ ഫെനുഗ്രീക്ക് അല്ലെങ്കിൽ ഉലുവ, പണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പം ഉലുവ കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് കൈമോശം വരുമ്പോഴത്തേക്കും നമ്മുടെ ജെനറ്റിക്സ് പുറകെ കിടക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ പ്രോബ്ലം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നു. പിന്നെ രണ്ടാമതൊരു ഭയങ്കര അവയർനെസ് ഉണ്ട്. ഇപ്പം ഗുജറാത്തിൽ കഴിഞ്ഞിട്ട് ഇപ്പം കുറേ കൂടെ അവയർനെസ് അവിടെയൊക്കെ വന്നിട്ടുണ്ടാവാം. നമ്മൾ ബീഹാറിൽ പോയെന്ന് വിചാരിച്ചു, എത്ര ആൾക്കാരാണ് പോയിട്ട് ഷുഗർ ചെക്ക് ചെയ്യുന്നത്? ഏതൊക്കെ സ്കൂളിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾക്ക് കുട്ടികളെടുത്ത് പഠിപ്പിക്കുന്നത്? ഇവിടെ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പോലും ഡയബറ്റീസ് എന്താണെന്നും ഷുഗർ എന്താണെന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ അറിയാം. അപ്പം നമുക്ക് അവയർനെസ് ഉള്ളതുകൊണ്ട് നമ്മളത് കൂടുതൽ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാര്യം. തീർച്ചയായിട്ടും നമ്മുടെ കേരളം ഈ രംഗത്ത്, വൈദ്യശാസ്ത്ര രംഗത്ത് തന്നെ ഒരുപാട് മുന്നിലേക്ക് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രമേഹ രോഗത്തിനും അതിനൂതനമായ ചികിത്സാ രീതികളുണ്ടല്ലോ. എന്തെല്ലാം ചികിത്സാ രീതികളുണ്ട്? ഈ പ്രമേഹത്തിന് നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ റിമെയിൻസ് ദ സെയിം. നമ്മളിപ്പോൾ എല്ലായിടത്തും പറയും, നിങ്ങളുടെ ഡയറ്റ്, നിങ്ങളുടെ എക്സസൈസ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലുള്ള മോഡിഫിക്കേഷൻ. ഇപ്പോൾ ഒരാൾ പുകവലിക്കുന്ന ആളാണ്, പുകവലിക്കുന്ന ഡയബറ്റീസുകാർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത 80%. അപ്പോൾ അങ്ങനെ അടുത്ത് പുകവലി നിർത്താൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ അഡ്വൈസ് നമ്മൾ എന്തായാലും കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ മരുന്നുകൾ, ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ഒരു കോംപ്രിഹെൻസീവ് ഡയബറ്റീസ് കെയർ എന്ന് പറയുന്ന ഒരു സാധനം വരിക.
മരുന്നുകളുടെ കാര്യത്തിലോ ചികിത്സാ രീതികളിലോ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഒരു 20 വർഷം മുമ്പ് നമുക്ക് ഡയബറ്റീസിന് ഉപയോഗിക്കുന്ന പമ്പ് അല്ലെങ്കിൽ ഇൻസുലിൻ പമ്പ് എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് നമുക്കറിയില്ലായിരുന്നു. ഇപ്പം പുതിയ മരുന്നുകൾ മൂത്രത്തിൽ കൂടെ തന്നെ നമുക്ക് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് പുറന്തള്ളാനുള്ള ടെക്നോളജിയിലുള്ള അല്ലെങ്കിൽ SGLT2 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഓഫ് മരുന്നുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ മരുന്നുകൾ വരുന്നതുകൊണ്ട് മാത്രം പ്രമേഹം ഒഴിവാകണമെന്നില്ല. പക്ഷേ ഇതൊരു കമ്പൈൻഡ് എഫേർട്ടാണ്. ഓബ്വിയസ്ലി ആയിട്ട് ഒരുപാട് പുതിയ മാറ്റങ്ങൾ ഈ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഡോക്ടർ പറഞ്ഞത് പുതിയ രീതികളുണ്ട്. ഇപ്പം ഇൻസുലിൻ പമ്പിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, എന്താണിതെന്നൊന്ന് പറയാം. ഇൻസുലിൻ പമ്പ് ഒരു ചെറിയ ഡിവൈസാണ്. ഇപ്പം നമ്മുടെ മൊബൈൽ ഫോൺ പോലെയുള്ള ഒരു ഡിവൈസാണ്. ഈ ഡിവൈസിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു റിസർവോയർ ഉണ്ട്. ആ റിസർവോയറിനകത്ത് നമുക്ക് ഇൻസുലിൻ ഫില്ല് ചെയ്യാൻ പറ്റും. അതിൻ്റെ അറ്റത്ത് തന്നെ ഒരു സെൻസറും ഉണ്ട്. ഈ സെൻസർ നമ്മുടെ അബ്ഡമനിൽ, നമ്മുടെ വയറിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് സാധാരണ ECGയിലുള്ള ലീഡ്സൊക്കെ ഒട്ടിച്ച് വയ്ക്കുന്നത് പോലെ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഈ സെൻസറിന് സെൻസ് ചെയ്യാൻ പറ്റും, നമുക്കറിയാൻ പറ്റും എത്ര ഉണ്ടെന്ന്. എന്നിട്ടത് ഫ്ലാഷ് ചെയ്യുകയും ചെയ്യും. ഇതനുസരിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്ന ഇൻസുലിൻ, ഇപ്പോൾ ഇൻസുലിൻ നമ്മൾ ഈ റിസർവോയറിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. അതിനുള്ള ഇൻസുലിൻസ് നമുക്കുണ്ട്. അത് സ്റ്റോർ ചെയ്തിട്ട് ഇപ്പോൾ ഒരാളിന് ഒരു ദിവസം ഫോർ എക്സാമ്പിൾ 24 യൂണിറ്റാണ് ഒരു രോഗിക്ക് വേണ്ടത്. നമുക്ക് ഇപ്പോഴുള്ള ഓപ്ഷൻ അനുസരിച്ച് ഇഞ്ചക്ഷനാണ് കൊടുക്കണമെന്ന് വിചാരിച്ചോ, ഒന്നിൽ രാവിലെ 15 കൊടുക്കണം, വൈകിട്ട് 10 കൊടുക്കണം. എന്നാലും ഒരു കറക്റ്റ് ബ്ലഡ് ഷുഗർ കൺട്രോൾ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. പമ്പിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂറിലും ഓരോ യൂണിറ്റ് കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് പമ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളിതൊന്നും അറിയണ്ട, പമ്പ് അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാ മണിക്കൂറിലും ഓരോ യൂണിറ്റ് വീതം നമ്മുടെ സിസ്റ്റത്തിനകത്തോട്ട് റിസർവോയറിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതായത് ഒരു പാൻക്രിയാസ് ജോലി ചെയ്യുന്നത് പോലെ നമുക്ക് ഏകദേശം, ഒരിക്കലും പാൻക്രിയാസിന് പകരമാവില്ല പമ്പ്, എന്നാലും ഏകദേശം അതിനെ മിമിക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് പമ്പ്. ഡോക്ടർ ഒരു കോളർ ഉണ്ട്. അതെ. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം സാർ. സാറേ, ഞാൻ ഈ അടുത്ത് ബ്ലഡ് ആദ്യമായിട്ട് ചെക്ക് ചെയ്തപ്പോ ഫാസ്റ്റിംഗ് 126 കാണിച്ചു സാർ. അതെ അതെ അതെ. 32 വയസ്സായിട്ട് സാറേ. ഒന്ന് വിശദമായിട്ട് അറിയാൻ വേണ്ടി. 126 ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നതാണ് സാറ് പറഞ്ഞത്. അതായത് ഒരു ഭക്ഷണവും കഴിക്കാതെ രാവിലെ നമ്മൾ പോയി ബ്ലഡ് ഷുഗർ നോക്കിയപ്പോൾ ഉള്ള അവസ്ഥ. ഭക്ഷണത്തിന് ശേഷം പിന്നെ ഷുഗർ നോക്കിയോ? ഇല്ല, ഭക്ഷണത്തിന് ശേഷം നോക്കിയില്ല. ഭക്ഷണത്തിന് മുമ്പ് 1-2 പ്രാവശ്യം നോക്കിയപ്പോ 126, 124. ഇതിന് നമുക്ക് മരുന്ന് വേണമെന്നാണ് ചോദ്യമെങ്കിൽ അതിന് 2 കാര്യങ്ങളൂടെ നമ്മൾ നോക്കേണ്ടി വരും. ഒന്ന്, ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിയുമ്പം ലബോറട്ടറിയിൽ ചെന്നിട്ട് ഒന്ന് രക്തം പരിശോധിക്കണം, പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയാണെന്ന്. രണ്ടാമത്തെ കാര്യം, ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മുടെ ഷുഗറിൻ്റെ അളവ് എത്രയുണ്ടെന്ന് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. ആ ബ്ലഡ് ടെസ്റ്റിൻ്റെ പേരാണ് HbA1c അല്ലെങ്കിൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയും. ഇതൊക്കെ സാധാരണ എല്ലാ ലാബിലും ചെയ്യുന്ന സാധാരണയുള്ള പരിശോധനകളാണ്. അപ്പോൾ താങ്കളൊന്ന് ഒരു ലാബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭക്ഷണത്തിന് ശേഷം 2 മണിക്കൂർ കഴിയുമ്പോൾ പഞ്ചസാരയുടെ അളവ് എത്രയാണ്, അതുപോലെ തന്നെ ഈ ഹീമോഗ്ലോബിൻ A1c എത്രയാണെന്നുള്ള കാര്യം ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഇതിനകത്ത് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഭക്ഷണം നിയന്ത്രിക്കണം, എങ്ങനെ നടക്കണം, അതോ ഇപ്പം ഡയബറ്റീസിൻ്റെ തുടക്കം നമുക്ക് വന്നിട്ടുണ്ടോ, അതോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ നോക്കിയതിന് ശേഷം മതിയോ, ഇതെല്ലാം ഈ ടെസ്റ്റുകളുടെയൊക്കെ തീരുമാനങ്ങൾ ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട്സ് വന്നിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ആയിക്കോട്ടെ. ഹലോ. നമസ്കാരം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, എൻ്റെ പേര് നവാസ് എന്നാണ്. നവാസ് പറയൂ. ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുന്നത്. ഉറക്കെ ചോദിച്ചോളൂ കേട്ടോ. എനിക്കിപ്പോ 39 വയസ്സായി. എനിക്കൊരു 4 വർഷം മുമ്പ് ഷുഗറിന്റെ ഒരു കംപ്ലൈന്റ് വന്നിട്ട് ഞാൻ ഡോക്ടറെ കണ്ടു. ഞാൻ ആദ്യം ഒരു വർഷം അലോപ്പതിയാണ് ഉപയോഗിച്ചത്. അതിനുശേഷം ഞാൻ ഹിമാലയയുടെ ടാബ്ലറ്റ് കഴിച്ചു. ഏകദേശം ഇപ്പൊ ഒരു വർഷമായിട്ട് ഞാൻ ചെക്കും ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തപ്പോ 400 ഷുഗർ. അങ്ങനെ ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ടു. അപ്പോ പറയൂ. ഹലോ, നവാസ് പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് kg 2 mg അല്ലേ, പിന്നെ മരുന്നാണ് ഇപ്പൊ ഇന്നലെ മുതൽ യൂസ് ചെയ്ത് കഴിക്കുന്നത്. അതെ 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 അതെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പം ഇടയ്ക്ക് ആദ്യം പറഞ്ഞല്ലോ 4 വർഷം മുമ്പ് പ്രമേഹം ഉള്ളതായിട്ട് കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം. അതിനുശേഷം നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി മരുന്നൊക്കെ കഴിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കൊരു നോർമലായിട്ടുള്ള ഷുഗർ ലെവൽസ് കണ്ടിട്ടുണ്ടാകാം. അപ്പോഴായിരിക്കണം താങ്കൾ മരുന്നുകൾ നിർത്താനും
വേറെ ട്രീറ്റ്മെൻറ്റ് രീതികളിലോട്ടോ ഒക്കെ അല്ലെങ്കിൽ പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 മാസത്തിലൊരിക്കൽ ചെയ്യുന്ന ഷുഗറിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ്, അതിൻ്റെ തോത് 6.5% അല്ലെങ്കിൽ 7% ഒരവസ്ഥയിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ആലോചിക്കാൻ പോലും പറ്റത്തുള്ളൂ. അപ്പോൾ താങ്കൾക്ക് പറ്റിയൊരു പ്രയാസം, ആ ഒരു ടെസ്റ്റ് ചെയ്യാതെ നമ്മൾ കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റ് സൈഡിൽ നിന്ന് വന്നൊരു മാറ്റം നമ്മുടെ പ്രമേഹത്തിൻ്റെ അവസ്ഥ കുറച്ചുകൂടെ മോശമാക്കുകയും ഇപ്പോൾ കുറച്ച് നല്ല ഹൈ ബ്ലഡ് ഷുഗർ വന്നപ്പം നമ്മൾ വീണ്ടും ഡോക്ടറെ കണ്ട് ചികിത്സ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നു പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് അഡ്ഹറൻസ് എന്ന് പറയും. ഒരു ചികിത്സാ ക്രമം പറയുമ്പോൾ അതിനോട് നമ്മൾ കാണിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ രാവിലെ ഡോക്ടർ നടക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, നടക്കാൻ പോകണം. ഭക്ഷണത്തിനൊരു ക്രമം പറഞ്ഞു തന്നിട്ടുണ്ടാവും, അതനുസരിച്ച് ചെയ്യണം. റെഗുലറായിട്ട് മരുന്ന് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഒന്നേന്ന് കാണണം. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അദ്ദേഹം അത് പറയും. പ്രമേഹത്തെ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ പ്രശ്ന സാധ്യതകളിലുള്ള നമ്മുടെ കുറവ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ആയിക്കോട്ടെ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഇത് ജിദ്ദന്നാണ്, ഹാറൂനാണ് വിളിക്കുന്നത്. ചോദിക്കൂ. നമസ്കാരം. നമസ്കാരം സാർ. പറഞ്ഞോളൂ സാർ. എനിക്ക് ഈ ഷുഗറിന് ഞാൻ ഡയാനിന്റെ ഗുളിക കുടിക്കൽ കുടിച്ചിട്ട് ഒരു 5-6 വർഷം പോലെ ആയി. ആയിക്കോട്ടെ. അത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്ത് അപാര ക്ഷീണം വരുന്നുണ്ട്. ഒരു ടൈമിലൊക്കെ ഇങ്ങനെ, ഞാൻ ഡ്രൈവറാണ്, ഇവിടെ വീട്ടിലെ ഡ്രൈവറാണ് സൗദി അറേബ്യയില്. ചില സമയങ്ങളിൽ എനിക്ക് വല്ലാത്ത ക്ഷീണം അങ്ങനെ അനുഭവപ്പെടുക. അതേപോലെ ചില സമയത്ത് കാലിന്റെ ഈ മടമ്പിന്റെ മേലെ ഭയങ്കര കടച്ചിലായിട്ട് വരുന്നുണ്ട്. കൈ ഷോൾഡറിന്റെ കടച്ചിൽ വരുന്നുണ്ട്. അതൊക്കെ എന്തോ അങ്ങനെ വരാൻ സാറേ? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇങ്ങനെ ക്ഷീണം തോന്നിയ സമയത്ത് എപ്പോഴെങ്കിലും ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് നോക്കിയിട്ടുണ്ടോ? ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു പ്രാവശ്യം നോക്കിയിരുന്നു. അത് ഫാസ്റ്റ് നോക്കിയപ്പോൾ 146 ആയിരുന്നു. ഭക്ഷണം കഴിച്ച് നോക്കിയപ്പോൾ 235 ഉണ്ട്. അല്ല, എന്റെ ചോദ്യം ഇത് ഒരു ക്ഷീണം വരുന്നെന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ നോക്കിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴും നോക്കാൻ സാധിച്ചിട്ടില്ല സാറേ. അല്ല, അതാണ് കാരണം. ചിലപ്പോൾ ആ സമയത്ത് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഗ്ലൈബൻക്ലമൈഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന മരുന്നാണ്. ഈ മരുന്നിന് വളരെ പെട്ടെന്ന് ഷുഗർ കുറയ്ക്കുന്നതിനുള്ള ഒരു സ്വഭാവം ഉണ്ട് അതിന്. അപ്പം അതുകൊണ്ടാണ് പ്രമേഹമുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം, അതായത് സ്മോൾ ഫ്രീക്വൻറ്റ് ഫീഡ്സ് എന്ന് പറയും, കുറച്ച് ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട് ഡയബറ്റീസ് ഉള്ള രോഗികളുടെ അടുത്ത് പറയുന്നത് ഇതുപോലെ പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു താങ്കളുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം പ്രോബബ്ലി നിങ്ങളുടെ ഷുഗർ ലെവൽസ് ചില സമയങ്ങളിൽ കുറയുന്നുണ്ടാകാം. ഇനി ഇതുപോലെ വരുന്ന സമയത്ത് ഒന്ന് പഞ്ചസാരയുടെ തോത് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ തോത് ഒന്ന് ഒരു ഗ്ലൂക്കോമീറ്ററിലോ ഒരു ലാബിലോ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ അത് എത്ര ഉണ്ടെന്നുള്ള കാര്യം അതനുസരിച്ചിട്ട് ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ചില ആളുകൾ ബിസ്ക്കറ്റും ഒക്കെ അതൊക്കെ ചിലപ്പോൾ സമയത്ത് അതൊരു പ്രിവെൻറ്റീവായിട്ട് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ ക്വസ്റ്റിൻ്റെ രണ്ടാമത്തെ പാർട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ചോദിക്കുന്നത് കാലിലുണ്ടാകുന്ന മരയിപ്പ്, തരിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് പ്രമേഹം കാരണം ഉണ്ടാകുന്ന ഞരമ്പുകളുടെ പ്രശ്നങ്ങളാവാനാണ് സാധ്യത. ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും. പ്രമേഹം കൊണ്ട് ഞരമ്പുകൾക്കുണ്ടാകുന്ന ക്ഷീണം. അതിന് ഒരു വിദഗ്ധനായ ഡോക്ടറെ നിങ്ങളവിടെ വന്ന് കണ്ടുപിടിച്ച് ഒന്ന് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല ഷുഗർ കൺട്രോൾ വരുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും. മറ്റൊരു കോളിലേക്ക് പോകണം. ആയിക്കോട്ടെ. ഹലോ ഹലോ, ഡോക്ടർ സംസാരിക്കാൻ. നമസ്കാരം. ഹലോ ഡോക്ടർ, ഞാൻ മാവേലിക്കൽ വിളിക്കുന്നത്. എനിക്ക് 56 വയസ്സായി. ഞാൻ 25 വർഷമായിട്ട് ഡയബറ്റിക് ഉണ്ട്. ഞാനിപ്പോ ടാബ്ലറ്റ് തന്നെയാണ് കഴിക്കുന്നത്. എനിക്ക് വരുന്നത്, ഞാൻ ഫാസ്റ്റിങ്ങിൽ ഞാൻ നോക്കുമ്പം കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 136 കണ്ടു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ 112. അതെന്താ അങ്ങനെ വരുന്നത്? അതൊരു തെറ്റായിട്ട് കാണണ്ട. ഞാൻ എപ്പോഴും പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എല്ലാവരും നമ്മൾ ഇപ്പോഴും ആഹാരത്തിന് മുമ്പ് എത്ര ഷുഗറുണ്ട്, അല്ല ആഹാരത്തിന് ശേഷം എത്രയുണ്ട്, ഇതിനെ കണക്കാക്കിയിട്ടാണ് നമ്മുടെ എല്ലാ തീരുമാനങ്ങളും. നമുക്കിത് 100 കാണുമ്പോൾ ഭയങ്കര സന്തോഷവും 200 കാണുമ്പോൾ ഭയങ്കര സങ്കടവുമാണ്. പക്ഷേ ഒരിക്കലും താങ്കൾ ചെയ്യേണ്ട ഒരു ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതല്ല. അതാണ് ഇതിൻ്റെ ആവറേജ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ 4 മാസമായിട്ട് അല്ലെങ്കിൽ 120 ദിവസമായിട്ട് നമുക്ക് പഞ്ചസാരയുടെ തോത് നിയന്ത്രിച്ച് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മളൊരു ഒരു കാഷ്വൽ ബ്ലഡ് ഷുഗർ എന്ന് പറയും, ഒരു കാഷ്വൽ ബ്ലഡ് ഷുഗറിൻ്റെ റീഡിംഗ് വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഭക്ഷണത്തിൻ്റെ അളവ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതൊരു ലാബിൻ്റെ പ്രോബ്ലമോ
ടെസ്റ്റിംഗ് എററോ ആയിരിക്കണമെന്നില്ല. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് വരുന്നത് തന്നെ ഫോൾട്ടി ആയിട്ടുള്ള ഇൻസുലിൻ സെക്രീഷൻ ശരീരത്തിൽ വരുമ്പോഴും സോംയോഗി എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന മെക്കാനിസംസിൽ കൂടെ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ താങ്കൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, 25 വർഷമായിട്ട് ഡയബറ്റീസ് കൊണ്ട് സക്സസ്ഫുള്ളായിട്ട് മാനേജ് ചെയ്തതിന് ഒരു കൺഗ്രാജുലേഷൻസും പറയേണ്ടി വരും. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ആവറേജ് ടെസ്റ്റ് ഒന്ന് നോക്കിയിട്ട് താങ്കളുടെ ഡോക്ടറിനെ ഒന്നുകൂടെ കാണൂ. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. സാറ് സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കുന്നു. ഇപ്പൊ നിലവിൽ എന്റെ നാട്ടില് എന്റെ മോൾക്ക് ഒരു 8 വയസ്സായ കുട്ടിയാണ്. ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ പനിയൊക്കെ വന്ന് ഇപ്പൊ ക്ഷീണമായിട്ട് ഇപ്പൊ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് നോക്കുമ്പോ അവര് ഇപ്പൊ ഷുഗറാണ് വന്നത്. 8 വയസ്സുള്ള കുട്ടി ഇപ്പൊ നിലവിലിപ്പോ തൃശ്ശൂർ ജൂബിലിയിൽ അഡ്മിറ്റ് ആയി കിടക്കുകയാണ്. ആയിക്കോട്ടെ. അപ്പോ മോർ ദാൻ 500ന്റെ മുകളിൽ എത്തിയിരുന്നു ഷുഗർ എന്ന് പറഞ്ഞിട്ട് അവരത് മൈനസ് ആക്കാൻ വേണ്ടിയിട്ട് ICUയിൽ കിടക്കുകയാണ്. ഒരു 4 ദിവസം 72 മണിക്കൂറൊക്കെ പറയുന്നത്. 72 മണിക്കൂറിനുള്ളിൽ ഇത് കുറേശ്ശെ കമ്മിയാക്കാൻ അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിർഭാഗ്യവശാൽ താങ്കൾ പറയുന്ന അനുസരിച്ച് ആ കുട്ടിക്ക് ടൈപ്പ് 1 പ്രമേഹം ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതായത് ജനിക്കുമ്പം തന്നെ അല്ലെങ്കിൽ വളരെ ചെറിയ കുട്ടികളായിരിക്കുമ്പം തന്നെ പ്രമേഹത്തിൻ്റെ അളവ് കൂടുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന കണ്ടീഷനാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ഈ രോഗികളിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം ഉണ്ടാകുന്നതേയില്ല. പാൻക്രിയാസ് എന്ന് പറയുന്ന അവയവത്തിൽ നിന്നാണ് നമുക്ക് ഇൻസുലിൻ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ പറയുന്ന വിഭാഗത്തിലുള്ള കുട്ടികളുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ല. രണ്ടാമത്തെ ഒരു പ്രോബ്ലം, എന്തെങ്കിലും ഒരു അണുബാധ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ചെസ്റ്റിൽ ഒരു നല്ല കഫക്കെട്ട് വന്നു, ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നു, മൂത്രത്തിലൊരു അണുബാധ വന്നു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഷുഗറിൻ്റെ തോത് ക്രമാതീതമായിട്ട് ശരീരത്തിൽ കുതിച്ചുയരാറുണ്ട്. അത് വളരെ കൂടുതലാണ് ഈ കുട്ടികൾക്ക്. അപ്പോൾ എന്തെങ്കിലും ഒരു അണുബാധയുടെ ഭാഗമായിട്ടായിരിക്കണം നേരത്തെ ഉണ്ടായിരുന്ന ടൈപ്പ് 1 പ്രമേഹത്തിൻ്റെ തോത് ക്രമാതീതമായിട്ട് കൂടിയിരിക്കുക. അപ്പോൾ ഇപ്പം മിക്കവാറും ഡോക്ടർമാർ ചെയ്യുന്നുണ്ടാവുക, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അണുബാധ കുറയാനായിട്ടുള്ള മരുന്നുകൾ, ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഇൻസുലിൻ ഇൻഫ്യൂഷൻ, ഞരമ്പിൽ കൂടെ കൊടുക്കുന്ന ഇൻസുലിൻ വഴി ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്തുന്നതിനുള്ള ചികിത്സകളായിരിക്കണം സാധാരണ രീതിയിൽ ഇൻറ്റൻസീവ് കെയറിൽ കൊടുക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒറീഡ് ആവണ്ട. ടൈപ്പ് 1 പ്രമേഹം കൊണ്ട് സക്സസ്ഫുള്ളായിട്ട് വർഷങ്ങളോളം കുട്ടികൾക്ക് ജീവിക്കാനുള്ള സംവിധാനം വരുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും എനിക്ക് തോന്നുന്നു പുതിയ ചില ചികിത്സാ ഇതുകളും സപ്പോർട്ടും എല്ലാം വരാൻ പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ടൈപ്പ് 1 കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച്. ഡോക്ടർ, ഇപ്പം ഇൻസുലിൻ പമ്പിനെ കുറിച്ച് പറഞ്ഞു. അതല്ലാതെ യൂറിനിൽ കൂടെ ഗ്ലൂക്കോസ് പോകുന്ന ഒരു ചികിത്സാ രീതി, അതെന്താണെന്ന് പറയാം. അത് ഒരു പുതിയൊരു കാര്യമല്ല. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയബറ്റീസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഓർഗൻസ്, ഒന്ന് പാൻക്രിയാസ്, രണ്ടാമത്തത് ലിവർ, മസിൽസ്, ഇതൊക്കെയാണ് നേരത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്ന സാധനങ്ങൾ. അതായത് ഇപ്പം മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഡയബറ്റീസിൻ്റെ മരുന്ന് ലിവറിലാണ് ആക്ട് ചെയ്യുന്നത്. ഈ നമ്മൾ ഉപയോഗിക്കുന്ന OHAs മിക്കവാറും എല്ലാം പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനാണ് സഹായിക്കുക. നമുക്ക് കിഡ്നീസിൽ ഡയബറ്റീസിന് എന്തോരം പ്രയോജനം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയത് വളരെ താമസിച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ കിഡ്നീസിൻ്റെ പ്രവർത്തനത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചില മരുന്നുകളും ചില പുതിയ പഠനങ്ങളും നമുക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരാൾ 1500 കാലറി ഭക്ഷണം കഴിക്കുന്നു, ഒരു 300 കാലറി അദ്ദേഹത്തിൻ്റെ മൂത്രത്തിൽ കൂടെ പുറത്തോട്ട് കളയാൻ പറ്റിയാൽ അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ തോത് ഏകദേശം 1200 കാലറിയിലോട്ട് കുറയും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ശരീരത്തിൽ പ്രമേഹത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ എളുപ്പമാണ്. അതുമാത്രമല്ല, ഇത്രയും കാലറി ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ആളിൻ്റെ തൂക്കം നല്ല വണ്ണമുള്ള ഒരാളിനാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നിയന്ത്രിക്കാനും പറ്റും. അപ്പോൾ 2 തരത്തിലുള്ള കാര്യങ്ങളാണ്. പ്രമേഹം നിയന്ത്രണത്തിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ആളുടെ തൂക്കത്തിൻ്റെ അളവും നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 90% ഗ്ലൂക്കോസും നമ്മുടെ കിഡ്നിയിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കിഡ്നീസിലെ ട്യൂബ്സിലൊന്ന് തിരിച്ച് അബ്സോർബ് ചെയ്യും. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഗ്ലൂക്കോസായി നമ്മുടെ ബ്ലഡിലുണ്ട്, അത് കഴിഞ്ഞ് ഫിൽട്ടർ ചെയ്ത് കിഡ്നീസിൽ കൂടെ വരുമ്പോൾ തിരിച്ച് നമ്മുടെ ഗ്ലൂക്കോസ് ശരീരം തന്നെ അബ്സോർബ് ചെയ്യുന്നതാണ് നോർമൽ. അപ്പം നമ്മൾ അവിടെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുപറ്റുമെന്ന് പറഞ്ഞാൽ തിരിച്ച് ഗ്ലൂക്കോസ് റീഅബ്സോർപ്ഷൻ ഇല്ല, അതിനെ മൂത്രത്തിൽ കൂടെ തന്നെ പുറത്തോട്ട് കളയാനുള്ള ഒരു സംവിധാനം. അതിനെ ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറയും. സിമ്പിളായിട്ട് പറഞ്ഞാൽ പഞ്ചസാര മൂത്രത്തിൽ കൂടെ കളയാനുള്ള ഒരു മെക്കാനിസം.
തിരിച്ചെടുക്കുന്നതിനുള്ള പാത്വേ നമ്മൾ ബ്ലോക്ക് ചെയ്ത് മൂത്രത്തിൽ കൂടെ തന്നെ വിടും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാമല്ലോ, യൂറിനറി ട്രാക്റ്റ് അല്ലെങ്കിൽ മൂത്രാശയത്തിൽ എപ്പോഴും നമുക്ക് ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, പ്രായമായവർക്കെല്ലാം ഈ ജെനിറ്റൽ മൈക്കോട്ടിക് ഇൻഫെക്ഷൻസ് എന്ന് പറയും, ഫംഗസ് ബാധയായാലും എസ്പെഷ്യലി പ്രമേഹമുള്ളവർക്ക് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എപ്പോഴും മൂത്രത്തിൽ കൂടെ ഗ്ലൂക്കോസ് ഒരു കൾച്ചർ മീഡിയമാണ് ഗ്ലൂക്കോസ്. എന്ത് സംഗതിയില്ല, ഇപ്പം നമ്മൾ പുറത്ത് തന്നെ കുറേ പഞ്ചസാര കലക്കി വെച്ചാൽ പെട്ടെന്ന് അതിനകത്ത് ഓർഗാനിസംസ് വളരും. അപ്പോൾ ഒരു കൾച്ചർ മീഡിയ പോലെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള അല്ലെങ്കിൽ ജെനിറ്റൽ മൈക്കോട്ടിക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും പ്രാക്ടീസ് വൈസ് നന്നായിട്ടുള്ള ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മരുന്നുകൾ നമ്മൾ പുതിയതൊന്നും അല്ല, ഒരു കഴിഞ്ഞ 2 വർഷമായിട്ടൊക്കെ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ഒരു പ്രാക്ടീസിൽ നമുക്ക് അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാറില്ല. കാരണം പേഷ്യൻസിന് നേരത്തെ തന്നെ നമ്മൾ അതിനുള്ള അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവും എന്താണ് വേണ്ടത്. പക്ഷേ അതൊരു നല്ല ചികിത്സാ സമ്പ്രദായമാണ്. പലപ്പോഴും ഈ പ്രമേഹ രോഗികൾക്ക് ഇതുപോലെയുള്ള ചികിത്സകൾ തുടങ്ങാൻ ഒരു ഭയം, മറ്റ് അസുഖങ്ങൾ ഇവർക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് ഇത്തരത്തിലുള്ള പുതിയ ചികിത്സാ മാർഗങ്ങൾ പരീക്ഷിക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് നോക്കൂ, ടൈപ്പ് 1 പ്രമേഹമുള്ളൊരു കുട്ടി, ലോകത്ത് ഒരേ ഒരു ചികിത്സാ രീതിയേ ഉള്ളൂ, ഇൻസുലിൻ മാത്രം. ഇപ്പോൾ നമുക്കൊരു കിഡ്നി പ്രശ്നങ്ങളുള്ള ഒരാൾ, ഇതിനൊരു ക്ലിയറൻസ് ഉണ്ട്, GFR എന്ന് പറയും, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, അതായത് ശരീരത്തിൽ കിഡ്നീസിനെ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ്. അതിൻ്റെ അളവ് ഒരു ലെവലിൽ കൂടുതലാണെങ്കിൽ ഈ മരുന്നുകളൊന്നും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ പല മരുന്നുകളും നമുക്ക് എന്തുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് നിർത്തേണ്ടി വരുന്നു? കാരണം കിഡ്നീസിൻ്റെ പ്രവർത്തനം നമുക്ക് മോശമായി വരുന്ന സാഹചര്യങ്ങളിൽ സേഫായിട്ടുള്ള മരുന്നെന്ന് പറയുന്നത് ഇൻസുലിൻ മാത്രമാണ്, അല്ലെങ്കിൽ അതുപോലുള്ള ചില മരുന്നുകൾ മാത്രം. അപ്പോൾ പല മരുന്നുകൾ, ഇപ്പം നമുക്ക് കിഡ്നി പ്രശ്നങ്ങളുള്ള ഒരാളിന് റീനൽ ക്ലിയറൻസ് വളരെ മോശമാണ്, ഞാൻ ഈ പറഞ്ഞതുപോലത്തെ നേരത്തെ പറഞ്ഞ മരുന്ന് പോലും കൊടുക്കാൻ പറ്റില്ല. മെറ്റ്ഫോമിൻ തന്നെ വളരെ സേഫായിട്ടുള്ള പ്രമേഹത്തിൻ്റെ മരുന്നാണ്, ക്രിയേറ്റിൻ ലെവൽസ് വളരെ ഹൈ ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റില്ല, അവർക്ക് പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ പ്രമേഹ രോഗിയും ഡിഫറൻ്റ് ആണ്, അവരുടെ നീഡ്സും ഡിഫറൻ്റ് ആണ്. അപ്പം നമുക്ക് ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ, ഒരാളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് എത്ര വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്, ജെനറ്റിക്സ് എങ്ങനെയാണ്, എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകൾ എത്രയാണ്, ലാസ്റ്റ് A1C എത്രയാണ്, ഇതെല്ലാം വച്ചിട്ടാണ് ഡോക്ടർമാർ ഇന്ന സംഗതികളായിരിക്കും ഇവർക്ക് നല്ലത് എന്നുള്ള തീരുമാനമെടുക്കുക. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. വളരെ നന്ദി. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.